ഞാൻ യൂസ് ചെയ്യുന്നത് സിമെൻസിൻ്റെ 60x60 സൈസ് വരുന്ന സ്റ്റാൻഡ് അലോൺ ഗ്യാസ് കുക്കിംഗ് റേഞ്ചസ് ആണത്. ഇതിൽ ഞാൻ എങ്ങനെയാണ് ബേക്കിംഗ് ചെയ്യുന്നതും ഗ്രില്ലിംഗ് ചെയ്യുന്നതും എന്നൊക്കെ കാണിച്ചു തരാം. ഇനി നമുക്കിതിൻ്റെ ഓരോ നോബുകളെക്കുറിച്ച് നോക്കാം. ഇതിൽ മൊത്തം 6 നോബുകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ നോബ് ബേക്ക് ചെയ്യാനും ഗ്രില്ല് ചെയ്യാനുള്ള നോബാണിത്. ഈ നോബ് ടൈമറിൻ്റേതാണ്. ഈ ബട്ടൺ ഓവൺ ലൈറ്റ്, ഇത് നമ്മുടെ ബർണർ ഓണാക്കാനുള്ളത്. ഈ 4 മുകളിൽ 4 ബർണറിലേക്കുള്ള നോബുകളാണ്. ഇത് നമ്മുടെ കുക്കിംഗ് ഏരിയ ആണത്. നമുക്കിവിടെ കാണാൻ പറ്റും മൊത്തം 6 നോബുകളാണുള്ളത്. ഓരോ നോബ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു നോബ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനൊപ്പം തന്നെ ഓട്ടോ ഇഗ്നിഷൻ ബട്ടൺ ഓണാക്കി കൊടുക്കുമ്പോൾ മുകളിൽ ഫ്ലെയിം കത്തുന്നതായിരിക്കും. ഇനി റൈറ്റ് സൈഡിൽ കാണുന്ന ഈ 2 നോബുകൾ റൈറ്റ് സൈഡിലുള്ള 2 ബർണറിലേക്കാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 2 നോബുകൾ ലെഫ്റ്റ് സൈഡിലുള്ള ബർണറിലേക്കുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ബർണർ ഓണാക്കാനായിട്ട് നമ്മുടെ നോബ് ഒരു 10 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. ടേൺ ചെയ്തിട്ട് 10 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഓട്ടോ ഇഗ്നിഷൻ ബട്ടൺ ഒന്ന് അമർത്തി കൊടുത്താൽ ബർണർ കത്തുന്നതായിരിക്കും. അതില്ലാത്തവരാണെങ്കിൽ തീപ്പെട്ടി ഉപയോഗിച്ച് നമുക്ക് ബർണർ കത്തിക്കാം, അല്ലെങ്കിൽ ലൈറ്റർ ഉപയോഗിച്ച് നമുക്ക് ബർണർ കത്തിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓരോ നോബുകളെ കുറിച്ച് നോക്കാം. ഈ 2 നോബുകളാണ് ബേക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ നോബ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിക്കുകയാണെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രില്ലിംഗ് ചെയ്യാനൊക്കെ പറ്റും. അതിൽ 2 സൈഡും, ഒരു സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത്ര ഡിഗ്രി എന്ന്, മറ്റേ സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ടാകില്ല. അപ്പം നമ്മൾ ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ചു കൊടുക്കുക, ബേക്ക് ചെയ്യുകയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ചു കൊടുക്കുക. ഇനി അടുത്തത് ഇത് ടൈമർ സെറ്റ് ചെയ്യാനുള്ളതാണ്. 60 മിനിറ്റ്സ് വരെ നമുക്കിതിൽ ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഓവൺ ലൈറ്റാണ്. നമുക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഓവൻ്റെ അകത്ത് നോക്കണമെങ്കിൽ ഇതുപോലെ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഇനി നമുക്ക് ഗ്യാസ് കുക്കിംഗ് റേഞ്ച് ഓവൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ബേക്കിംഗ് ചെയ്യാമെന്ന് ആദ്യം നമുക്ക് നോക്കാം. അതിനായിട്ട് ഓവൻ്റെ ലൈറ്റ് ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇനി ഈ ട്രേ അഴിച്ചിട്ട് നമുക്ക് മിഡിൽ റാക്കിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം മൊത്തം 5 റാക്കുകളാണുള്ളത്. അതിൽ മിഡിൽ റാക്കിൽ വെച്ചിട്ട് വേണം നമുക്ക് ബേക്കിംഗ് ചെയ്യാനായിട്ട്. അത് നമുക്ക് മിഡിൽ റാക്കിലേക്ക് ഈ ട്രേ ഒന്ന് വെച്ച് കൊടുക്കാം. ഈ റാക്ക് സെൻറ്ററിൽ വേണം നമുക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനിടാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അത് ഏത് ഓവൻ ആയാലും പ്രീഹീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് തയ്യാറാക്കി വെക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ടിന്നും റെഡിയാക്കി വെക്കാം. എന്നിട്ട് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനിടാം. ഞാൻ 170 ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്യാനിടുന്നത്. ഇതിനകത്തേക്ക് ഓവൻ്റെ തെർമോമീറ്റർ വെച്ച് കൊടുക്കാം. ഓവൻ തെർമോമീറ്റർ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ബേക്ക് ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഇനി നമ്മൾ 170 ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്യാൻ ഇടാൻ പോകുന്നത്. അതിനായിട്ട് നമ്മുടെ നോബ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് 10 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനോടൊപ്പം തന്നെ ഓട്ടോ ഇഗ്നിഷൻ ബട്ടൺ ഓണാക്കുമ്പോൾ താഴത്തെ ബർണർ കത്തുന്നതായിരിക്കും. ഇനി ടൈമർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു 15 മിനിറ്റ് ടൈമർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഈ കേക്ക് ബാറ്റർ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓവൻ്റെ ഡോർ എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യണം. കുറേ നേരം തുറന്ന് വെക്കരുത്. അങ്ങനെ വെക്കുകയാണെങ്കിൽ 170 എന്ന് പറയുന്നത് ഒരു 150-160 ഡിഗ്രി വരെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഓരോ ഓവനും വ്യത്യസ്തമാണ്. പിന്നെ ഇലക്ട്രിക് ഓവൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 40 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഗ്യാസ് ഓവനേക്കാളും കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് അതിൽ ബേക്ക് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇനി ബേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആദ്യത്തെ 25-30 മിനിറ്റ് വരെ നമ്മുടെ കുക്കിംഗ് റേഞ്ച് ഓവണായാലും ഗ്യാസ് ഓവണായാലും ഇലക്ട്രിക് ഓവൺ ഏത് ഓവണായാലും തുറന്ന് ചെക്ക് ചെയ്യരുത്. ആദ്യത്തെ 25-30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ബേക്കിംഗ് ടൈം ഒരു 50 മിനിറ്റാണ് പറയുന്നതെങ്കിൽ ഒരു 40 മിനിറ്റ്സ് ആകുമ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് നമുക്ക് ഒരു സ്ക്യൂവേഴ്സ് ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും ആദ്യത്തെ 25 മിനിറ്റ്സ് കഴിയാതെ ഓവൻ ഓപ്പൺ ആക്കരുത്. ഇതുപോലെ സ്ക്യൂവേഴ്സ് ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അത്
ബേക്കായോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ബേക്കായി കഴിഞ്ഞാൽ അത് നമുക്കൊരു കൂളിംഗ് റാക്കിലേക്ക് മാറ്റാം. ഇനി ഓവൻ തെർമോമീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ആദ്യം മാനുവലി ചെയ്ത് നോക്കണം. ആദ്യം 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് ബേക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഒരു 150 ഡിഗ്രിയിൽ അല്ലെങ്കിൽ ഒരു 160 ഡിഗ്രിയിൽ നോക്കിയിട്ട് നിങ്ങളുടെ ഓവൻ്റെ നേച്ചർ അനുസരിച്ച് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ബേക്കിംഗ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഗ്രില്ലിംഗ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ നോബ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 10 സെക്കൻഡ് പ്രസ് ചെയ്യാം. എന്നിട്ട് ഓൺ ബട്ടൺ, ഓട്ടോ ഇഗ്നിഷൻ ബട്ടൺ ഒന്ന് ഓണാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിലുള്ള ബർണർ കത്തുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ ആയാലും അതുപോലെ ഫിഷ് ആയാലും നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഈ ട്രേ സെപ്പറേറ്റ് വാങ്ങിയിട്ടുള്ളതാണ്. ഓവൻ്റെ കൂടെ വരുന്ന ട്രേ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഓവനിൽ വരുന്ന ട്രേ യൂസ് ചെയ്യാത്തത് അത് ഞാൻ കുക്കീസൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് യൂസ് ചെയ്യാത്തത്. ഇനി നമുക്കിത് കുക്കിംഗ് റേഞ്ചസിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് അത് ഈ ട്രേ ഒന്ന് അഴിച്ചെടുത്തിട്ട് സെക്കൻഡ് റാക്കിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ സെക്കൻഡ് റാക്കിലേക്ക് വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ട്രേ ഒന്ന് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ നോബ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 10 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അതിനോടൊപ്പം തന്നെ ഓട്ടോ ഇഗ്നിഷൻ ബട്ടൺ ഓണാക്കി കൊടുക്കുമ്പോൾ മുകളിൽ ബർണർ കത്തുന്നതായിരിക്കും. ഇനി ഒരു 20 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മുടെ ചിക്കൻ ഒന്ന് തിരിച്ച് മറിച്ചൊന്ന് വെച്ച് കൊടുക്കുക. ഇനി ഒലിവ് ഓയിൽ വേണമെങ്കിൽ ഇതൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിൽ ബർണർ കത്തുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡോറൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് ഇതുപോലെ പ്രൊട്ടക്റ്റിംഗ് പ്ലേറ്റ് വരുന്നുണ്ട്, അതൊന്ന് വെച്ച് കൊടുക്കണം. ഇത് വെച്ച് കൊടുത്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. വേറെ മോഡലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഈ മോഡലിൽ ഇതുപോലെ പ്രൊട്ടക്റ്റിംഗ് പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വെച്ച് കൊടുത്താൽ മാത്രമേ മുകളിലത്തെ ബർണർ കത്തുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡോറ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ ബർണർ ഫുള്ളായിട്ട് ഓഫ് ആവുന്നതായിരിക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അത് ഫുള്ളായിട്ട് ക്ലോസ് ആയില്ല, ഇങ്ങനെ ലൈറ്റായിട്ട് ഓപ്പൺ ആയിരിക്കും. ഒരു 10-15 മിനിറ്റ് ഇതുപോലെ തിരിച്ചും മറിച്ചും വെച്ച് കൊടുത്താൽ നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ചിക്കൻ ബേക്കിംഗ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, അതും ചെയ്യാൻ പറ്റും. ഇതുപോലെ 180 സെറ്റ് ചെയ്തിട്ട് ചിക്കൻ ബേക്ക് ചെയ്തും എടുക്കാം. ഇനി ഓവൻ തെർമോമീറ്റർ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് കേക്ക് ബേക്കിംഗ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ഓവൻ നമ്മളാദ്യം 180 ഡിഗ്രിയിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനിടുക. അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനിട്ടതിന് ശേഷം നമ്മുടെ ബാറ്റർ തയ്യാറാക്കി നമുക്ക് ഓവൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് ഓവൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കണം. തുറന്ന് കുറേ നേരം വെക്കരുത്, ടെമ്പറേച്ചർ റെഡ്യൂസ് ആവുന്നതായിരിക്കും. എന്നിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു 45 മിനിറ്റ്സ് ആദ്യം സെറ്റ് ചെയ്തിട്ട് ബേക്ക് ചെയ്ത് നോക്കാം. ഒരു 25 മിനിറ്റിന് ശേഷം നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ബേക്കായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഓവൻ്റെ തെർമോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ, ചില ഓവനുകളിൽ നമ്മൾ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടെങ്കിലും ബേക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 200-200 മേലെ വരെ പോകുന്ന ഓവനുകളുണ്ട്. ഓരോ മോഡലിനും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇൻസൈഡ് ടെമ്പറേച്ചർ എത്രയാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഓവൻ തെർമോമീറ്റർ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ എത്രയെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ മാക്രോൺസിൽ ചില കേക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ലോ ടെമ്പറേച്ചറിൽ ബേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഓവൻ തെർമോമീറ്റർ ഉണ്ടെങ്കിൽ ഏറ്റവും യൂസ്ഫുള്ളായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്ന ഈ മോഡലിൽ വെച്ച് ബേക്ക് ചെയ്യുമ്പോൾ ഒരു 180 ഡിഗ്രി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 190 ഡിഗ്രി വരെയൊക്കെ പോകാറുണ്ട്. ഇനി അതുകൊണ്ട് ഞാൻ ഒരു 160-170 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്തെടുക്കാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് കേക്ക് കരിഞ്ഞു വരിക അല്ലെങ്കിൽ വിണ്ട് കീറുക അങ്ങനെയൊക്കെ വരുന്നത്. അതുകൊണ്ട് ഒരു പ്രൊഫഷണലായിട്ട് തന്നെ ബേക്കിംഗ് പഠിക്കണം എന്നുള്ളവർക്ക് ഏത് ഓവൺ ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്കൊരു ഓവൻ തെർമോമീറ്റർ വാങ്ങുന്നത് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം.